ബീറ്റ, ഗാമ, അതുപോലെ ഒമിക്രോൺ, അങ്ങനെയൊക്കെ ഒരുപാട് വേരിയൻസ് ഓൾറെഡി ഇൻ സർക്യുലേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്നും കൂടുതലായിട്ട് ഒരു വേഴ്സ് സിംറ്റം ആണെന്നോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ആവുമോ എന്നുള്ള എവിഡൻസ് ഒന്നും ഇതുവരെയും ഇല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ടേം ആണ് വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ JN1 വേരിയന്റ് എന്ന് പറയുന്നത് WHO ഈ വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ട്രാൻസ്മിസിബിലിറ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ വൈറൽ ലോഡിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ആന്റിബോഡി ഇവേഷൻ അല്ലെങ്കിൽ ഈ തെറാപ്പീസിനോട് അത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡയഗ്നോസ്റ്റിക്സ് എങ്ങനെയാണ്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് ഒരു വേരിയന്റിനെ അത് മുൻപുള്ള വേരിയൻസിനെ കമ്പയർ ചെയ്തിട്ട് ചേഞ്ചസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു ടേം വെച്ചാണ് പറയുന്നത്. വൺസ് ഡെസിഗ്നേറ്റഡ് ആസ് VOI, the WHO monitors, tracks its global spread, and the body also keeps assessing its public health risk and facilitates the sharing of isolates. അപ്പൊ ഇത്തരത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ WHO പിന്നീട് ആ വേരിയന്റിനെ കുറിച്ച് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. മിസ്സിംഗ് ഫോർ 42 years, നാംദഫ ഫ്ലൈയിങ് സ്ക്വിറൽ റീസർഫസസ് ഇൻ അരുണാചൽ പ്രദേശ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 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 ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഒരു നൊക്ടേണൽ ഫ്ലൈയിങ് സ്ക്വിറൽ. നൊക്ടേണൽ മീൻസ് രാത്രിയാണ് പ്രധാനമായിട്ടും ഈ ഇത്തരത്തിലുള്ള ആനിമൽസിനെ നമ്മൾ കാണുന്നത്. ഫ്ലൈയിങ് സ്ക്വിറൽ എന്നാണ് പറയുന്നത്. ഇത് അരുണാചൽ പ്രദേശിലെ നാംദഫ നാഷണൽ പാർക്കിൽ മാത്രമാണ് നമുക്ക് ലോകത്ത് മുഴുവൻ എടുത്തു നോക്കിയാൽ അവിടെ മാത്രമേ ഈ ഒരു സ്ക്വിറലിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം 42 വർഷങ്ങൾക്ക് ശേഷം അതിനെ പിന്നെയും സ്പോട്ട് ചെയ്തിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ചാങ്ലാങ് ഡിസ്ട്രിക്റ്റിലെ നാംദഫ ടൈഗർ റിസർവ്, അതുപോലെ നാംദഫ ഒരു നാഷണൽ പാർക്ക് കൂടെയാണ്. അതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ കാണാൻ സാധിക്കുന്നത്. IUCN സ്റ്റാറ്റസ് നോക്കുമ്പോൾ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, ആർബോറിയൽ ആണ്, നൊക്ടേണൽ ആണ്. നൊക്ടേണൽ മീൻസ് രാത്രിയാണ് കൂടുതൽ ഇവയെ സൈറ്റ് ചെയ്യുന്നത്. ദെൻ ആർബോറിയൽ മീൻസ് മരങ്ങളിലാണ് കൂടുതൽ ഇവരുടെ ഒരു ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ത്രെറ്റ്സ് എന്ന് പറയുന്നത് ഫുഡിന് വേണ്ടി പോച്ചിങ്, അതുപോലെ തന്നെ അവരുടെ ഹാബിറ്റാറ്റ് ലോസ്, ഡീഗ്രഡേഷൻ, ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡിങ് ഒക്കെ കാരണമാണ് ഇവരുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്ലോബൽ വൈൽഡ് ലൈഫ് കൺസർവേഷന്റെ സെർച്ച് ഫോർ ലോസ്റ്റ് സ്പീഷീസിലെ 25 മോസ്റ്റ് വാണ്ടഡ് ലോസ്റ്റ് സ്പീഷീസിൽ വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സ്പീഷീസ് ആണ് നാംദഫ ഫ്ലൈയിങ് സ്ക്വിറൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, സെന്റർ അപ്രൂവ്സ് ഡിപ്ലോയ്മെന്റ് ഓഫ് CISF ഇൻ പാർലമെന്റ് കോംപ്ലക്സ്. റീസെന്റ് നമുക്ക് December 13 സെക്യൂരിറ്റി ബ്രീച്ച്, പാർലമെന്റ് സെക്യൂരിറ്റി ബ്രീച്ച് കണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തില് പാർലമെന്റിന്റെ സെക്യൂരിറ്റി ഇനി മുതൽ CISFന് കൈമാറിക്കൊണ്ടുള്ള ഒരു ഡിസിഷനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ നിലവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാനായിട്ട് സാധിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് അഥവാ PDG, അതുപോലെ തന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഒരു ആംഡ് കമ്പോണന്റും ആണ് ഇത്തരത്തിൽ പാർലമെന്റിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് ഇനി മുതൽ CISF ആയിരിക്കും ഈ ഒരു പാർലമെന്റ് കോംപ്ലക്സിന്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. CISF സ്റ്റാൻഡ് ഫോർ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. അപ്പൊ നിലവിൽ അവർ സെൻട്രൽ ഗവൺമെന്റിന്റെ ബിൽഡിംഗ്സ്, എയർപോർട്ട്സ്, ഡൽഹി മെട്രോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ CISF സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ്. 1969 CISF ആക്ട് അനുസരിച്ചാണ് അത് നിലവിൽ വരുന്നത്. ഓക്കെ, CISFന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് വേരിയസ് ഗവൺമെന്റ് ഇൻസ്റ്റലേഷൻസ്, അതുപോലെ തന്നെ എയർപോർട്ട്സ്, മെട്രോസിനൊക്കെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇനി മുതൽ പാർലമെന്റ് കോംപ്ലക്സിന് കൂടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് CISF ആയിരിക്കും. നെക്സ്റ്റ്, ബംഗളൂരു എയർപോർട്ട് വിൻസ് അവാർഡ് അറ്റ് യുനെസ്കോസ് 2023 പ്രിക്സ് വേഴ്സായി. ഓക്കെ, അപ്പൊ ഇത് കെംപഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു എയർപോർട്ടിനെ വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എയർപോർട്ട്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടുള്ള യുനെസ്കോന്റെ ഒരു അവാർഡ് ലഭിച്ചതിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അനലൈസിംഗ് ദി പോസ്റ്റ് ഓഫീസ് ബിൽ 2023. ഓക്കെ, അപ്പൊ December 18 പാർലമെന്റ് പോസ്റ്റ് ഓഫീസ് ബിൽ 2023 പാസ്സാക്കിയത്. അത് കൊളോണിയൽ എറയിലുള്ള ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് ആയ 1890, ഓക്കെ, 1898 പാസ്സാക്കിയിട്ടുള്ള ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുതിയൊരു ബില്ല് വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് an attempt to ensure the effective functioning of the postal department as a messenger service and as a provider of banking facilities. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 1898 വന്നിട്ടുള്ള ആക്ട് എന്ന് പറയുമ്പോൾ അതിൽ കൊളോണിയൽ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത് മാറുന്ന കാലത്തിനനുസരിച്ച് ആ ബില്ലിലും പ്രൊവിഷൻസ് വരുത്തിക്കൊണ്ടാണ് പല ചേഞ്ചസും നമുക്ക് ഇതിൽ കാണാനായിട്ട്
സാധിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ബില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക്, പോസ്റ്റ് ഓഫീസും അതുപോലെ ഇപ്പൊ നമുക്കറിയാം ഈ സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള പല സർവീസസും പോസ്റ്റ് ഓഫീസ് പണ്ട് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മാത്രമായിട്ടാണെങ്കിൽ ഇന്നിപ്പോ സേവിങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്കിങ് ഫെസിലിറ്റീസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പോസ്റ്റ് ഓഫീസ് വഴി ഇപ്പം നടത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റിസൺ സെൻട്രിക് സർവീസസിനെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ചേഞ്ചസ് ആണ് ഈ പോസ്റ്റ് ഓഫീസ് ബില്ലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പോസ്റ്റൽ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിയൻ ലിസ്റ്റിലാണ് പോസ്റ്റൽ സർവീസസ് വരുന്നത്. ഇതിനൊരു ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ ആയിട്ട് വരുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോസ്റ്റൽ സർവീസ് ആണ്. അപ്പം ഈ ഇന്ത്യ പോസ്റ്റിനെ ഹെഡ് ചെയ്യാനായിട്ട് ഒരു DG എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ കുറിച്ചും ഈ ഒരു ബില്ലിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പുതിയ ലെജിസ്ലേഷൻ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ കൊളോണിയൽ ഇൻട്രസ്റ്റുകളെ കാണിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആ സമയത്ത് ഡിസൈൻ ചെയ്തതിനെ മാറ്റുക. എന്നിട്ട് the new bill reflects the evolution of the post office into a hub for various citizen-centric services such as banking beyond traditional മെയിൽ. ഓക്കെ, അപ്പൊ മെയിൽ സർവീസസിന് അപ്പുറത്തേക്ക് ബാങ്കിങ് സർവീസസും കൂടെ ഇന്ന് ഇന്ത്യ പോസ്റ്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയ ലെജിസ്ലേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് പ്രൊവിഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1898 ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സ്ക്ലൂസീവ് പ്രിവിലേജ് ആയിരുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് wherever the central government establishes post it will have the exclusive privilege of conveying letters by post. സെൻട്രൽ ഗവൺമെന്റിനാണ് എക്സ്ക്ലൂസീവ് പ്രിവിലേജസ് കൊടുത്തിട്ടുള്ളത്. പുതിയ ബില്ലിൽ അത്തരത്തിലുള്ള ഒരു പ്രിവിലേജസ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഇനി കൊളോണിയൽ ആക്ടിലാണെങ്കിൽ ഇന്ത്യ പോസ്റ്റ് എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പ്രോപ്പർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഡെലിവറി ഓഫ് പോസ്റ്റൽ ആർട്ടിക്കിൾ ഇൻക്ലൂഡിംഗ് ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്, പാഴ്സൽ, മണി ഓർഡേഴ്സ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ബില്ലിൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇന്ത്യ പോസ്റ്റ് നൽകുന്ന സർവീസസ് എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യും എന്നാണ് പുതിയ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് കൊളോണിയൽ ആക്ടിലാണെങ്കിൽ ചില സർട്ടൻ ഗ്രൗണ്ട്സിൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പബ്ലിക് എമർജൻസിയുടെ കേസിലോ അല്ലെങ്കിൽ പബ്ലിക് സേഫ്റ്റി, ട്രാൻക്വിലിറ്റി അതിന്റെയൊക്കെ കേസിലൊക്കെ ഈ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കൊറിയർ ആയിട്ട് അയക്കുന്ന അല്ലെങ്കിൽ നമ്മളിങ്ങനെ അയക്കുന്നതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലെ ഈ ഒരു പബ്ലിക് എമർജൻസി എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് വളരെ വേഗ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതിനെയൊക്കെ മാറ്റി പോസ്റ്റ് ഓഫീസ് ബിൽ 2023 പ്രോപ്പർ ആയിട്ട് ഈ സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, പബ്ലിക് ഓർഡർ, എമർജൻസി, പബ്ലിക് സേഫ്റ്റി എന്നുള്ളതിനെ പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ട് ഇതിന്റെ ബേസിസിൽ ഇങ്ങനെയുള്ള ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിക്കിളിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള അധികാരം അതോറിറ്റീസിനുണ്ട് എന്നുള്ളത് പുതിയ ബില്ലിൽ പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ കൊളോണിയൽ ആക്ടിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റൽ ആർട്ടിക്കിൾ ആണെങ്കിൽ അത്തരത്തിൽ ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസറിന് അത് ചെക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അധികാരം കൊളോണിയൽ ആക്ടിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ പുതിയ ആക്ടിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഓഫീസറിനെ ഇത്തരത്തിലെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പോസ്റ്റൽ ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുന്നതിന് പകരം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഒരു കസ്റ്റംസ് അതോറിറ്റിക്ക് കൈമാറ്റം ചെയ്യാനുള്ള പ്രൊവിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ കസ്റ്റംസ് അതോറിറ്റി ആയിരിക്കും പിന്നീട് ആ പോസ്റ്റൽ ആർട്ടിക്കിളിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ വരുന്നത് പ്രൈവറ്റ് കൊറിയർ സർവീസസിനെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഓർ പോസ്റ്റ് ഒഫീഷ്യൽസ് വിൽ ബി എക്സെപ്റ്റ് ഫ്രം ലയബിലിറ്റി ഫോർ ലോസ്, മിസ്ഡെലിവറി, ഡിലേ ഓർ ഡാമേജ് വൈൽ റെൻഡറിങ് പോസ്റ്റൽ സർവീസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏതെങ്കിലും രീതിയിൽ ആ പോസ്റ്റൽ ആർട്ടിക്കിൾ നഷ്ടപ്പെടുകയോ മിസ്ഡെലിവറി, ഡിലേ, ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസോ പോസ്റ്റ് ഒഫീഷ്യൽസോ അതിൽ യാതൊരു രീതിയിലും ഉത്തരവാദിത്തമുള്ളവരായിരിക്കില്ല, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് എക്സെംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊവിഷനും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.